പ്രോബ്ലംസ് സോണിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെയാണ്. അപ്പോൾ ഇതോടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എക്സാമിന് വരുന്ന ടൈപ്പ് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആവും പ്രോബ്ലംസ് ഓൺ ഏജസിൽ നിന്ന്. ബാക്കി പ്രീവിയസ് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ചെയ്ത 2-3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റേഷ്യോസ് വരുന്നതാണ്. റേഷ്യോസ് തന്നിട്ട് 5 വർഷം മുമ്പത്തെ 6 വർഷം ശേഷമുള്ള അങ്ങനെ ഡിഫറൻസ് വരുന്ന അതാണ് ഒരു ടൈപ്പ്. പിന്നെ വരുന്നത് ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. If the total ages of Iqbal and Shikhar is 12 years more than the total age of Shikhar and Charu. Charu is how many years younger than Iqbal? Questions കാണുമ്പോൾ നമുക്ക് കുറച്ച് സംശയം തോന്നുന്നേ ഉള്ളൂ, പക്ഷെ വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്നാ, ഇക്ബാലിൻ്റെ ഷിക്കാറിൻ്റെ ഏജ് ഷിക്കാറിൻ്റെ ചാരുവിൻ്റെ ഏജിനേക്കാളും 12 വയസ്സ് കൂടുതലാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. ഇക്ബാലിൻ്റെ ഏജിനെ എക്സ് ആയിട്ടും ഷിക്കാറിൻ്റെ വൈ ആയിട്ടും ചാരുവിൻ്റെ ഏജിനെ ഇസഡ് ആയിട്ടും എടുത്തു. 3 പേരാണ് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എക്സ്, വൈ, ഇസഡ്. ഇക്ബാൽ, ഷിക്കാർ, ചാരു. ഓക്കെ, then according to the ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് പ്ലസ് 12 ഇയേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. എന്താണ്, ഇക്ബാലിൻ്റെയും ഷിഖാറിൻ്റെയും ഏജ്, ടോട്ടൽ ഏജസ് ഓഫ് ഇക്ബാൽ ആൻഡ് ഷിഖാർ ഈസ് 12 ഇയേഴ്സ് മോർ ദാൻ ദ ടോട്ടൽ ഏജ് ഓഫ് ഷിഖാർ ആൻഡ് ചാരു. ഇക്ബാലിൻ്റെ ഷിഖാറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 12 ഇയേഴ്സ് കൂടുതലാണ്. ആരുടെ ഏജിനേക്കാളും? ഷിഖാറിൻ്റെയും ചാരുവിൻ്റെ ഏജിനേക്കാളും 12 വയസ്സ് കൂടുതലാണെന്ന്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് പ്ലസ് 12. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇത് ഇങ്ങോട്ടേക്കാക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 12 എന്നാകുമല്ലോ. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ് പ്ലസ് വൈ മൈനസ് വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ആ ഡിഫറൻസ് ഓഫ് ഏജ് നമുക്ക് കിട്ടിയല്ലോ. അപ്പം എന്താ, ഇക്ബാലും ചാരുവും തമ്മിലുള്ള ഹൗ മെനി ഇയേഴ്സ് യങ്ങർ ദാൻ, ചാരു ഈസ് ഹൗ മെനി ഇയേഴ്സ് യങ്ങർ ദാൻ ഇക്ബാൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഓഫ് ഏജ് 12 ഇയേഴ്സ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിന് വേറെ ഇനി സിമ്പിൾ, ഇത് തന്നെ സിമ്പിളാണ്. ഇനി മറ്റൊരു സിമ്പിൾ മെത്തേഡ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ആ ഇക്വേഷൻ ഫ്രെയിം ചെയ്യുക, ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഇതിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എഴുതി ചെയ്യേണ്ടി വരുന്നത്, അല്ലാതെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫാദർ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് ഡോട്ടർ. If 20 years ago the age of the father was 10 times the age of the daughter, what is the present age of the father? ഇത് ക്വസ്റ്റ്യൻ വായിച്ചാൽ ഇക്വേഷൻ ഫ്രെയിം ചെയ്യുന്നതിലാണ് ഇതിൻ്റെ കാര്യമിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് ദ ഫാദർ ബി 2x. ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് നമ്മൾ 2x ആയിട്ട് എടുത്തു. ഫാദർ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് ഡോട്ടർ എന്നല്ലേ പറഞ്ഞേ, ഡോട്ടറിൻ്റെ ഏജ് x ആയിട്ട് എടുത്തു. ഫാദർ അപ്പോൾ 2x. മകളുടെ ഏജിൻ്റെ ഇരട്ടി പ്രായമുണ്ട് അച്ഛൻ്റെ ഏജ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ തന്നേക്കുന്നത്, 20 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറയുന്നത്. പ്രസൻറ്റ് ഏജ് 2x എടുത്തു, 20 വർഷം മുമ്പ് 2x മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ടൈംസ് ദ ഏജ് ഓഫ് ദ ഡോട്ടർ. 20 വർഷങ്ങൾക്ക് മുമ്പത്തെ ഡോട്ടറിൻ്റെ ഏജ് എത്രയാ, 20 ഇയേഴ്സ് ബിഫോർ ഡോട്ടറിൻ്റെ ഏജും x മൈനസ് 20 ആകും. ഫാദറിൻ്റെ ഏജ് 2x മൈനസ് 20 ആകും. നമ്മൾ പ്രസൻറ്റ് ഏജ് x എന്നും 2x എന്നും അല്ലേ എടുത്തേ. അപ്പം ഡോട്ടറിൻ്റെ ഏജ് x മൈനസ് 20. അപ്പോൾ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പത്തുള്ള ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 ടൈംസ് ആയിരുന്നു അന്നത്തെ ഡോട്ടറിൻ്റെ ഏജിൻ്റെ. മനസ്സിലായല്ലോ. അപ്പോൾ 2x മൈനസ് 20 ഈസ് ഈക്വൽ ടു 10x മൈനസ് 200. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം 8x ഈക്വൽ ടു 180 എന്ന് കിട്ടും. x ഈക്വൽ ടു 22.5. പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ എന്ന് പറയുന്നത് അപ്പോൾ 2x അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, എക്സിൻ്റെ വാല്യൂ. ഡോട്ടറിൻ്റെ ഏജാണ് നമുക്കിവിടെ കിട്ടിയത്. 2x എന്ന് പറയുന്നത് അപ്പോൾ 45 ഇയേഴ്സ്. അതാണ് ആൻസർ.
ആരുടെ ഏജ് തന്നിരിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് എല്ലാ ഓപ്ഷനും ഇതിൽ കാണും. പെട്ടെന്ന് നമുക്ക് എല്ലാം കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Arun is 2 years older than Bharat, who is twice as old as Charath. If the total of the age of Arun, Bharat and Charath be 27, then how old is Bharat? പേരെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ നമുക്ക് എക്സും 2x ഒക്കെ ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് പെർസെൻറ്റേജ് ഓഫ് ശരത് ബി എക്സ് എന്ന് എടുത്തു. സോ ഭരത്തിൻ്റെ പെർസെൻറ്റേജ് 2x, അരുണിൻ്റെ പെർസെൻറ്റേജ് 2 + 2x. ഇതെല്ലാം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടാണ്. അരുണിൻ്റെ ഏജ്, അരുൺ ഈസ് 2 years older than ഭരത്. ഭരത് എന്ന് പറയുന്നത് എന്താ? ഹു ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ശരത്. അപ്പോൾ ശരത്തിനെ റിലേറ്റ് ചെയ്തല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരത്തിൻ്റെ ഏജ് എക്സ് എടുത്തു. ഭരത് 2 times ആണ്. അതിനേക്കാളും 2 വയസ്സ് കൂടുതലാണ് അരുണിന്. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? ഇതിൻ്റെ എല്ലാം സം ഓഫ് ദെയർ ഏജസ് അല്ലേ. If the total ages of Arun, Bharat and Charath be 27, അതായത് അവരുടെ എല്ലാം ഏജിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 27 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഭരത്തിൻ്റെ ഏജാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഈ എക്സ് ആഡ് ചെയ്യുക, 2x, 2 + 2x, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് 27. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5x + 2 = 27 എന്ന് കിട്ടും. അതിൽ നിന്ന് 5x 25, എക്സിൻ്റെ വാല്യൂ 5 കിട്ടി. ഇനി നമുക്കിതിൽ ആരുടെ വേണേലും ഏജ് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഭരത്തിൻ്റെ പ്രസൻറ്റ് ഏജ് ആണ്. അപ്പോൾ 2 × 5 10 years. അതാണ് ഉത്തരം. വളരെ സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ഏജസ് ഓഫ് എ ഡോട്ടർ ആൻഡ് മദർ ഈസ് 56 years. അത് അപ്പോൾ തന്നെ അങ്ങ് എഴുതുക. ഡോട്ടറിൻ്റെ പ്രസൻറ്റ് ഏജ് ഓഫ് മദറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ഡോട്ടർ വൈ ആയിട്ട് എടുത്തു. അപ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് 56. അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. After 4 years, the age of the mother will be 3 times that of daughter. 4 വർഷങ്ങൾക്ക് ശേഷം, 4 വർഷങ്ങൾക്ക് ശേഷമുള്ള അമ്മയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാ? പ്രസൻറ്റ് ഏജ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷം x + 4. അപ്പോൾ അമ്മയ്ക്ക് മാത്രമല്ലോ, മകൾക്ക് 4 വർഷം കഴിയുമ്പോൾ 4 വയസ്സ് കൂടില്ലേ. അപ്പോൾ മകളുടെ ഏജോ y + 4, 2 പേർക്ക് 4 വയസ്സ് കൂടി. സോ ആഫ്റ്റർ 4 years, ഏജ് ഓഫ് മദർ വിൽ ബി 3 times that of daughter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏജ് ഓഫ് മദർ ഈസ് ഈക്വൽ ടു 3 times ദാറ്റ് ഓഫ് ഡോട്ടർ ആയി മാറും. നമ്മൾ ഇക്വേഷൻ 2 എടുത്തു. ആ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? x + 4 = 3y + 12. ഒന്നുമില്ല, ഒന്ന് എക്സ്പാൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 ഏതാ? x + 5 = 56. നമുക്ക് എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ അതിൽ നിന്ന് എഴുതാൻ പറ്റും. x = എന്താണ്? 56 - y എന്ന് എടുക്കാം, അല്ലെങ്കിൽ y = 56 - x എന്നും എടുക്കാം. ഇത് രണ്ടിലേതെങ്കിലും എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഡോട്ടറിൻ്റെ പെർസെൻറ്റേജും മദറിൻ്റെ പെർസെൻറ്റേജും ഒക്കെ കണ്ടുപിടിക്കാം. ഇത് ഇപ്പോൾ ഈ ഇക്വേഷനായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ പ്രോബ്ലംസ് ആൻഡ് ഏജസ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇങ്ങനെ ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് ഫുൾ പോർഷൻസ് സാറ്റോ അല്ലെങ്കിൽ ഇത് ഏതെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. എല്ലാവരും പറയും സിമ്പിളാണ്, നമ്മുടെ 10th ലെവലാണ്. പക്ഷേ നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, നമ്മൾ കണ്ടിട്ടുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ.